ഹലോ ഗൈസ്, ഇന്നൊരു ജേണൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ജേണലാണ് ചെയ്യുന്നത്. ഒരു ക്യൂട്ട് യെല്ലോ ജേണലാണ് ചെയ്യുന്നത് കേട്ടോ. യെല്ലോ ജേണലൊന്നായിട്ടില്ല, പല പല യെല്ലോ ജേണലും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രിഡ് ലൈൻ്റെ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു, ഒരു യെല്ലോ കളറ്, അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ടുഡോ ലിസ്റ്റ് പോലത്തെ കേട്ടോ, അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഈ ഒരു സ്റ്റിക്കറാണ്, 2 സ്റ്റിക്കർ ഉണ്ട് കേട്ടോ, യെല്ലോയിഷ് കളർ വരുന്ന. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ നോക്കിയിട്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അത് ചെരിഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ പറിച്ചെടുക്കാൻ പറ്റുന്നില്ല, അവിടെ ഒട്ടിക്കണം. അപ്പോൾ എന്നിട്ട് ഞാൻ ആ സ്റ്റിക്കർ കുഴപ്പമില്ല വെച്ചിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്നും കൂടി ഇല്ല, ഞാൻ പറഞ്ഞില്ല ഉണ്ടെന്ന്. അതിനാ ഒട്ടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പോൾ രസം തോന്നിയില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊരു പിങ്കും ഒരു യെല്ലോയും കൂടിയാണ്. ഈ സ്റ്റിക്കറൊക്കെ ഞാൻ 15 രൂപക്ക് ഇങ്ങനെ സ്റ്റിക്കർ പ്രിൻ്റ് എടുപ്പിച്ചതാണ്. പല ഗൂഗിളിലും ഇതൊക്കെ പിക്ചേഴ്സ് പ്രിൻ്റ് ഷോപ്പ് കൊണ്ടുകൊടുത്താൽ 15 രൂപക്ക് കളർ പ്രിൻ്റ് എടുപ്പിച്ചതാണ്. അങ്ങനെ എന്നിട്ട് വെട്ടിയെടുക്കും. പിന്നെ സെല്ലോട്ടോപ്പ് അതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ, ചെറുതുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബുൾസയും ഓംപ്ലേറ്റും ഉണ്ട്. ബുൾസയും ഓംപ്ലേറ്റ് ഏതാ ഞാൻ. അപ്പോൾ ഒരു ബ്രെഡും ഓംപ്ലേറ്റും ഉണ്ട്, അത് ഞാൻ അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സ്റ്റിക്കറുണ്ട്, അത് കൊട്ടിക്കണം നിർബന്ധം ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഒരു യെല്ലോ കളറുണ്ട്. ഇപ്പോൾ ഞാനിതാ നേരത്തെ ഒട്ടിച്ച് പറിച്ചെടുത്തുകൊണ്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ആ പറിച്ചെടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ യെല്ലോ ജേണലാണോ എന്ന് എന്നോട് ചോദിക്കരുതിട്ടാ. ഒരു ചെറുതായിട്ടൊക്കെ ഒരു യെല്ലോ ജേണൽ എടുക്കും ഇല്ല മാതിലൊക്കെ തോന്നി. പിന്നെ ഒരു കുഞ്ഞൊരു ക്യൂട്ട് പൂച്ച, എന്താ സാധനം അറിയില്ല, ആദ്യം അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നൊക്കെ എന്തോ എഴുതാൻ തോന്നി, അപ്പോൾ ഞാൻ എന്തോ എഴുതി, അപ്പോൾ കൊളായി ഗൈസ്. അപ്പോൾ അതാ ഞാൻ ക്യൂട്ട് ജേണലിന് പിന്നെന്താ ലവ് മോട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബാഗുമ്പോൾ കണ്ടിട്ടാണ് ഞാൻ ലവ് മോട്ടു എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു യെല്ലോ. അപ്പോൾ കൊളയിക്കണം കേട്ടോ, എഴുതിയപ്പോൾ അതായിക്കണം കൊളയിക്കണം ചെറുതായിട്ട്. അപ്പോൾ ഇത് യെല്ലോ ജേണലാണെന്ന് വെച്ചാൽ അറിയില്ല ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.